4ാം ക്ലാസ്സിലെ ജീവികളും ചുറ്റുപാടും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്കൂൾ പരിസരം നിരീക്ഷിക്കാൻ പോയി. സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനവും പച്ചക്കറിത്തോട്ടവുമാണ് ഞങ്ങൾ സന്ദർശിച്ചത്. പൂന്തോട്ടത്തിൽ ധാരാളം മഞ്ഞ കോസ്മോസ് ചെടികൾ വിരിഞ്ഞിരുന്നു. പൂക്കളിൽ വന്നിരുന്ന തേനീച്ചകളെ ഞങ്ങൾ നിരീക്ഷിച്ചു. ഒരു പൂവിൽ നിന്ന് മറ്റു പൂവിലേക്ക് പോകുന്ന തേനീച്ചകളെ കാണാൻ എന്ത് രസമാണ്. തേൻ ശേഖരിച്ച് തേനീച്ചകൾ പറന്നുപോയി. അതെങ്ങോട്ട് പോയെന്നറിയാൻ ഞങ്ങൾ സ്കൂൾ പരിസരമാകെ നിരീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾക്ക് തേനീച്ചക്കൂട് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ സ്കൂളിനടുത്തുള്ള വീടുകളിൽ പോയി തേനീച്ചക്കൂടുണ്ടോ എന്ന് നോക്കി. തേനീച്ചക്കൂടാണെന്ന് കരുതി നോക്കിയപ്പോൾ മാഷ് പറഞ്ഞു അത് കടന്നൽ കൂടാണെന്ന്. തേനീച്ചക്കൂട് തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഒടുവിലെത്തിയത് തേനീച്ച കർഷകനായ സത്യൻ മാഷയുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ തേനീച്ച വളർത്തുന്നത് കൊണ്ട് എനിക്ക് തേൻ കിട്ടും. അത് മാത്രമേ അതിൻ്റെ കൊണ്ട് ഉള്ള ഗുണമുള്ളൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. അതുകൊണ്ട് മാഷുടെ ചോദ്യം ഞങ്ങളിൽ കൗതുകമുണ്ടാക്കി. തേൻ മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ ചക്കയും തേങ്ങയും മാങ്ങയും എല്ലാം ഉണ്ടാകുന്നതിന് തേനീച്ച സഹായിക്കുമത്രേ. പറ്റും. അപ്പൊ അങ്ങനെ ഈ ആൺപൂവിലെ ബീജങ്ങള്, അതിന്റെ ആ പരാഗ രേണുക്കള് മറ്റേ പെൺപൂവിന്റെ പൂക്കളിൽ പോയി പതിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിൽ പരാഗണം നടക്കൂ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി തേനീച്ചക്കൂട്ടങ്ങളെ അടുത്ത് കാണാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ അല്പം പേടിയുണ്ടെങ്കിലും ഞങ്ങൾ മുഖാവരണം ധരിച്ച് മാഷുടെ അടുത്ത് നിന്നു. റാണി ഈച്ചയാണ് മാഷ് ഞങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നത്. റാണി ഈച്ച 500 മുതൽ 1000 വരെ മുട്ടയിടാറുണ്ട്. തേനീച്ചകൾ തേനും പൂമ്പൊടിയും ശേഖരിച്ച് പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് പോകുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. പുഴുവറ, അതുപോലെ തന്നെ ഈ തേനീച്ചക്ക് ഉള്ള പൂമ്പൊടിയും അതുപോലെ തന്നെ മുട്ടയെല്ലാം ഇട്ട് പുലരുന്നത് ഈലാണ്. ഈ മേലത്തേല് കണി തേനറാന്ന് പറയും. ഇതെല്ലാം തേനാണ്. 3 മാസം വരെയെല്ലാം പറയുന്നത്. അത് മറ്റേ പിന്നെ റാണി ഈച്ചക്ക് 3 വർഷം വരെയല്ല. ആദ്യം പേരുണ്ടായിരുന്നെങ്കിലും മാഷ് ധൈര്യം തന്നപ്പോൾ ഞങ്ങൾ തേനീച്ചക്കൂട് പിടിച്ചു. മടിയനീച്ചയാവും. ഇത് ഓരോ സമയത്തും ഓരോ വേലകളാണ് വേലക്കാരി ഈച്ചകൾക്ക് ചെയ്യാനുണ്ടാകുക. ചെറിയ പ്രായം കുറഞ്ഞ ഈച്ചൻ്റെ ഈ പിന്നെ തലയിൽ ഉള്ള ഗ്രന്ഥികളിൽ നിന്നാണ് മെഴുകുണ്ടാവുന്നത്. അതുപോലെ റോയൽ ജെല്ലിയെല്ലാം ഉൽപ്പാദിപ്പിക്കും. ഞങ്ങൾ അല്പം മെഴുക് അതിൽ നിന്ന് എടുത്തു നോക്കി. മടിയനീച്ച പ്രധാനമായിട്ടും അവരെ പണി ഇണചേരലാണ്. പാട്ടും പാടി ഇവർ ശേഖരിച്ച് കൊണ്ടുവച്ച തേനെല്ലാം കഴിക്കൽ. അത് പിന്നെ പുറത്തെല്ലാം പറയും. വൈകുന്നേരം, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം എണ്ണ ചേരുക. ജീവിതത്തിൽ ഒറ്റയൊരിക്കൽ മാത്രമേ ഈ റാണി ഈച്ച എന്തുമാത്രം അടുക്കും ചിട്ടയുമുള്ള ജീവിതമാണ് തേനീച്ചകൾ നയിക്കുന്നത്. റാണിയും വേലക്കാരിയും ആണീച്ചകളും എല്ലാമുള്ള നല്ല ജീവിതമാണ് അവരുടേത്. ഇപ്പൊ കാർഷിക വിള വർധനവിനെല്ലാം തന്നെ തേനീച്ച വളർത്തലിനെ സഹായിക്കും. ചെടികളിൽ നിന്ന് ഇത് ശേഖരിക്കുന്ന സമയത്ത് അവിടെ പരാഗണവും കൂടെ നടക്കുക എന്നുള്ള ധർമ്മം അവർ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ തേനീച്ച അടുത്തറിഞ്ഞ സന്തോഷത്തിൽ മാഷോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്ത ദിവസം തേനീച്ച കർഷകനായ വാസുവേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടു. വാസുവേട്ടനും തേനീച്ചയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സ്വാഭാവിക ആവാസത്തിൽ തേനീച്ചയെ കാണാത്തത് കുറേ കാരണമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ഞങ്ങൾ കുറച്ചു ദിവസമായി നടത്തിയ നിരീക്ഷണത്തിലും യാത്രയിലും ലഭിച്ച അറിവുകൾ പങ്കിടാൻ ഇന്ന് അവസരം കിട്ടി. സ്കൂൾ അസംബ്ലിയിൽ ഞങ്ങൾ 2 പേരും തേനീച്ചയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കും. കൂടാതെ മാഷ് കൊണ്ടുവന്ന ചെറുതേനീച്ച പെട്ടിയും സ്കൂളിൽ സ്ഥാപിച്ചു. തേനീച്ച സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ലഘുലേഖ കൂട്ടുകാർക്ക് വിതരണം ചെയ്തു.